എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് പേരോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ശരിക്കും ഈ സിനിമയുടെ വിജയാഘോഷം ആരംഭിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം തന്നെ രേഖാചിത്രം എന്ന് പറഞ്ഞ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട എല്ലാ പ്രേക്ഷകരോടും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ കരിയറിൽ ഞാൻ ഏറ്റവും മോശം സമയത്ത് നിൽക്കുമ്പോൾ എന്നെ വിശ്വസിച്ച് ഇങ്ങനൊരു സിനിമയും ഇങ്ങനൊരു കഥാപാത്രവും എനിക്ക് തന്ന രാമു, ജോ ആൻഡ് മൈ ഫേവറേറ്റ് ജോഫിൻ, താങ്ക് യു സോ മച്ച്. എന്നെ വിശ്വസിച്ച് വേണുചേട്ടനെ സംബന്ധിച്ചിടത്തോളം 2018 എന്ന് പറഞ്ഞ മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമകളിലൊന്ന് നിർമ്മിച്ച നിർമ്മാതാവാണ് അദ്ദേഹം. രേഖാചിത്രം അദ്ദേഹത്തിനൊരു വലിയ സിനിമ ആയിരിക്കില്ല, പക്ഷേ എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയാണ്, ഏറ്റവും വലിയ വിജയം നേടിയ ഒരു സിനിമയാണ്. ഇനി മുന്നോട്ടുള്ള എൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തന്നൊരു സിനിമയാണ്. ഒരു നിർമ്മാതാവ്, ഒരു നടൻ എന്നതിനേക്കാൾ ഉപരി ഒരു സഹോദരൻ എന്ന രീതിയിൽ എന്നെ സ്നേഹിച്ച് ജീവിതത്തിന്റെ പല സമയത്തും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട വേണുചേട്ടനോട് നന്ദി പറയുന്നു. എൻ്റെ ക്രൂ, എൻ്റെ കൂടെ അഭിനയിച്ച എൻ്റെ മനോജേട്ടൻ, അനശ്വര, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, സെറിൻ, മേഘ, അപ്പു, ഞങ്ങളുടെ ബേബി ചേട്ടൻ, എല്ലാവരോടും നന്ദി പറയുന്നു. ഈ സിനിമ ശരിക്കും എനിക്ക് എൻ്റെ ലൈഫിൽ തന്നൊരു കോൺഫിഡൻസ് അതിഭീകരമാണ്. 2024 എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല വർഷമായിരുന്നു. ഞാൻ ചെയ്ത ഏറ്റവും നല്ല സിനിമകൾ ഇറങ്ങി ബാക്ക് ടു ബാക്ക് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റിയൊരു വർഷമായിരുന്നു. ഒരു നിർമ്മാതാവ് ജനുവരിയിൽ ഇറങ്ങിയ സിനിമകളുടെ കണക്ക് പുറത്തുവിട്ട് മലയാള സിനിമയെ പറ്റി പറയുമ്പോൾ ഞാൻ ഏറ്റവും അഹങ്കാരത്തോടെ ചിരിച്ച ദിവസമായിരുന്നു അത്. കാര്യം 2025 ജനുവരിയിൽ ഇറങ്ങിയ സിനിമകളിൽ രേഖാചിത്രം മാത്രമാണ് വിജയിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ സ്വപ്നം കണ്ട ഒരു സമയമായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ അഹങ്കാരത്തോടെ ചിരിച്ചൊരു സമയമാണ്. തീർച്ചയായിട്ടും ഈ സിനിമയുടെ വിജയാഘോഷം ഇത് ആദ്യത്തെ ആഘോഷം മാത്രമാണെന്ന് കരുതുന്നു. വേണുചേട്ടാ, ഇതിന്റെ വലിയൊരു ആഘോഷം ഇതിനേക്കാൾ മുകളിലേക്ക് തീർച്ചയായിട്ടും കേരളത്തിലെ പ്രേക്ഷകർക്ക്, തീർച്ചയായിട്ടും മലയാള സിനിമയുടെ കേരളം കഴിഞ്ഞാൽ ഏറ്റവും വലിയ മാർക്കറ്റായി മാറിയിരിക്കുന്നതാണ് ഇന്ന് UAE, സ്പെഷ്യലി ദുബായ്. ആൻഡ് ഗുൽഷൻ സർ, താങ്ക് യു സോ മച്ച്. വി മലയാളം ഫിലിം ഇൻഡസ്ട്രി ഓഫ് യു അലോഡ് സർ, താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് us. ഇന്ന് ഈ വിജയാഘോഷത്തിന് ഇവിടെ എത്തിയ എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. ഇനി ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. അയ്യോ, എടുത്തു പറയേണ്ട ഒരു പേര് പറയാൻ മറന്നുപോയി. സിനിമ കണ്ട കാലം മുതൽ മമ്മൂക്ക എന്ന് വിളിച്ച് ശീലിച്ച പേര് മമ്മൂട്ടി ചേട്ടൻ എന്നാക്കി മാറ്റിയത് രേഖാചിത്രത്തിലൂടെയാണ്. ഇവരുടെ കഴിവാണത്. അപ്പോൾ മമ്മൂക്കയുടെ സമ്മതമില്ലാതെ ഈ സിനിമ സംഭവിക്കില്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആസിഫ് സംസാരിച്ചപ്പോൾ ആസിഫിന് ഈ ചിത്രത്തിലൂടെ ലഭിച്ചിരിക്കുന്ന ഒരു കോൺഫിഡൻസിനെ കുറിച്ച് പറഞ്ഞു. ആസിഫിന്റെ ഈ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വേണുചേട്ടൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം തന്നെ പറഞ്ഞത്, യു ഹാവ് ദ പവർ ടു ടേൺ എവറി ചാലഞ്ച് ഇൻടു ആൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് എവറി ഡ്രീം ടു റിയാലിറ്റി എന്നാണ്. ഓൾ ദ ബെസ്റ്റ് ആസിഫ്. നായകനോടൊപ്പം സ്ക്രീൻ സ്പേസിൽ തന്നെ നായിക രേഖ പത്രോസ്. ഏറെ ദുരൂഹതകൾ ഒളിപ്പിച്ചു വെച്ച നിഷ്കളങ്കയായ പെൺകുട്ടി. ഒരു നല്ല നടിയാവുക എന്ന തന്റെ ജീവിത ആഗ്രഹം തന്നെ സ്ക്രീനിൽ അവതരിപ്പിക്കുവാൻ സാധിക്കുക എന്നതൊരു മഹാഭാഗ്യമാണ്. രേഖ പത്രോസ് എന്ന അനശ്വര രാജ്യം. നമസ്കാരം. എന്താ ശരിയും പറയേണ്ടതെന്ന് അറിയില്ല. ഇത് രേഖാചിത്രം റിലീസായിട്ട് ഏകദേശം 50 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇന്നിവിടെ ഒരു സക്സസ് സെലിബ്രേഷന് വേണ്ടി ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ ഞാൻ ഇതുവരെ സംസാരിച്ച് കേട്ടിട്ടേ ഇല്ല. ഇവരുടെ ഒരു മാക്സിമം ഒരു 2, 3, 4 സെന്റൻസ് ഒക്കെ കേൾക്കുന്നവരിൽ നിന്നും ഒരു വലിയ സ്പീച്ച്
കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇവർ എത്രത്തോളം എക്സൈറ്റഡ് ആണ്, എത്രത്തോളം സന്തോഷമുണ്ട് ഈ സിനിമ സക്സസ് ആയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ന്. ആദ്യം തന്നെ രേഖയെ വിശ്വസിച്ച് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതിന് ജോഫിൻ ചേട്ടാ താങ്ക് യു സോ മച്ച്. ഈ ഒരു സ്ക്രിപ്റ്റ് എൻ്റെ അടുത്തേക്ക് എത്തി. ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂ രേഖാചന്ദ്രൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊമോഷനിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സിനിമ എൻ്റെ അടുത്തേക്ക് എത്തിയ സമയത്ത് തന്നെ സ്ക്രിപ്റ്റ് നരേഷൻ കഴിഞ്ഞ് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു കാര്യം ആ രേഖ എന്നുള്ള ക്യാരക്ടർ എന്നെ തേടി എത്തി, അല്ലെങ്കിൽ ജോഫിൻ ചേട്ടൻ മൈൻഡിൽ എൻ്റെ ഒരു ഫേസ് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രേഖയെ മിനി സ്ക്രീനിൽ എത്തിയപ്പോഴും രേഖാചിത്രം അക്സെപ്റ്റ് ചെയ്തതിന് ഓഡിയൻസിൻ്റെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എൻ്റെ കോ സ്റ്റാർസ് ആസിഫക്ക, മനോജ്, ഉണ്ണി യോഗിച്ചിട്ടുണ്ട്, സെറിൻ, ബാമ, മേഘ ചേച്ചി, എല്ലാവരുടെ അടുത്തും ഒരുപാട് കാസ്റ്റിൻ്റെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ അപ്പുചേട്ടൻ, ഷമീറിക്ക, ബേബിചേട്ടൻ, എല്ലാവരുടെ അടുത്തും ഒരുപാട് സന്തോഷം. വേണുചേട്ടൻ തന്നെ ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ്. ആളുകളുടെ കുറേ കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ എത്താൻ സാധിച്ചതിൽ രേഖാചിത്രത്തിൻ്റെ വിജയാഘോഷത്തിന് ഭാഗമായിട്ട് ഇവിടെ എത്താൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു രേഷ്യ. അടുത്ത വ്യക്തി, ഈ വ്യക്തിയോട് വ്യക്തിപരമായി എനിക്ക് അസൂയ. 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ അസൂയ. ഒരു പാട്ടെങ്കിലും പാടുവാൻ സാധിക്കുക എന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം പൂർണ്ണ ജനസംഖ്യയോളം വരും എന്നാണ് പറയുന്നത്. ഞാൻ ആ ജനസംഖ്യയിൽപ്പെട്ട ഒരുവരാണ് എന്ന നിലയിലും ഒരു പാട്ട് പോലും ഈണത്തോടെ താളത്തിൽ പാടുവാൻ സാധിക്കുകയില്ല എന്ന പരിപൂർണ ബോധ്യമുള്ളവൻ ആയത് കാരണവും എനിക്ക് ഇദ്ദേഹത്തിനോട് അസൂയാണ്. കാരണം ഇദ്ദേഹത്തിന് സംഗീതം പാരമ്പര്യമായി ലഭിച്ച വ്യക്തിയാണ്, ഒരു നല്ല ഗായകനുമാണ്. ഈ മുറിക്കകത്തിരിക്കുന്ന എല്ലാവരും തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു സിനിമയിൽ ഒന്ന് അഭിനയിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് ആഗ്രഹിച്ചവരായിരിക്കും. എപ്പോഴെങ്കിലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നു. ആഗ്രഹം തുടരുക തന്നെ ചെയ്യും. അക്ഷരനഗരിയായ കോട്ടയത്ത് നിന്നും നവരസങ്ങളെ മനോഹരമായി അവതരിപ്പിക്കുന്ന നടനാണ് ഇദ്ദേഹം. എൻ്റെ അസൂയയുടെ കാരണങ്ങൾ ഞാൻ പറയുക തന്നെ ചെയ്തു. രേഖാചിത്രത്തിലെ ആലിസ് വിൻസെന്റ് ഞങ്ങൾ തൃശ്ശൂർകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊരിച്ചു, പക്ഷെ ചിരിച്ചു കണ്ടില്ല. മനോജ് കെ ജയൻ, ആലിസ് വിൻസെന്റ്. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനം ഈ വേദി നിൽക്കുമ്പോൾ. കാരണം ഒരു 31 വർഷമായിട്ട് ദുബായിൽ വന്നിങ്ങനെ പോകുന്നുണ്ട്, പല ഫംഗ്ഷൻസ് ഒക്കെ ആയിട്ട്. പക്ഷെ നമ്മൾ അഭിനയിച്ച ഒരു സിനിമയുടെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന്റെ സക്സസ് സെലിബ്രേഷൻ ആയിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ദുബായിൽ വന്ന് ഇങ്ങനെ ഒരു അതിന് അവസരം ഉണ്ടാക്കിയതാണ് ഇരിക്കുന്ന ഈ 5 പേര്, 4 പേര്. എന്നെ പ്രത്യേകം നന്ദി പറയേണ്ടത് വേണിച്ചേട്ടനോട് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മനസ്സാണ്. കാരണം ഇവിടെ എല്ലാവരും കൊണ്ടുവരിക, ഒന്ന് ആഘോഷിക്കുക. ഇപ്പം നാളെ എന്തൊക്കെ ടൂറും പരിപാടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു ആഘോഷമൊക്കെയാണ് ഞങ്ങൾ ഇടയിൽ. നമ്മൾ സാധാരണ ബ്രില്യൻ ഫിലിം, ബ്രില്യൻ ഡയറക്ടർ എന്നൊക്കെ, ബ്രില്യൻ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയാറില്ല. പക്ഷെ ഈ ബ്രില്യൻ എന്നുള്ള വാക്ക് ഒരു പ്രൊഡ്യൂസർക്ക് അങ്ങനെ ആരും പറയാറില്ല. അങ്ങനെയുള്ളൊരു ബ്രില്യൻ പ്രൊഡ്യൂസറാണ് മലയാളത്തിൽ വേണിച്ചേട്ടൻ. നമ്മുടെ തുടങ്ങണം. അദ്ദേഹത്തെ പോലെ ആൾക്കാരെല്ലാം സിനിമ ഉണ്ടാവില്ല, രേഖാചിത്രം തുടക്കം. അപ്പൊ അങ്ങനെയായിരുന്നു രേഖാചിത്രത്തിന്റെ തുടക്കം. എന്നെ ആൻഡോ ജോസഫാണ് ആദ്യമായിട്ട് വിളിക്കുന്നത്. അതായത് നമ്മുടെ ജോഫിനില്ലേ, പ്രീസ്റ്റ് ചെയ്ത ജോഫിനൊന്ന് വിളിക്കും, ചേട്ടനൊന്ന് ഒരു കഥ കേൾക്കണം, ഒരു ക്യാരക്ടർ ഉണ്ടാകും. ഞാൻ വിളിക്കാൻ പറയാം. അല്ലെ ജോഫിൻ എന്നെ വിളിക്കുന്നു, കഥ മുഴുവൻ പറയുന്നു, എന്റെ ക്യാരക്ടറിനെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നു, വക്കച്ചൻ. അപ്പൊ ഞാനത് ഉറപ്പായിട്ട് നമ്മൾ ചെയ്യുന്നു, ഒരു സംശയമില്ല. അപ്പൊ ജോഫിൻ ചെറുതായിട്ടൊന്ന് ചിരിച്ചു. ഞാൻ എന്തോ ചെയ്യും ജോഫിൻ? അല്ല, എന്നോട് ആൻഡ്രോച്ചേട്ടൻ പറഞ്ഞത് ഒരു കാര്യം വെച്ചാൽ ജോഫിനൊന്ന് വിളിച്ച് നോക്ക്, എനിക്ക് തോന്നുന്നില്ല പുള്ളി സമ്മതിക്കുന്നു എന്ന് പറഞ്ഞു. ശരിയല്ലേ? അതെന്താന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല. വേറൊന്നുമല്ല, ഞാൻ ചില അപ്രിയ സത്യങ്ങളൊക്കെ മൂടി വെച്ച് ഇങ്ങനെ ചുള്ളനായിട്ട് നടക്കുന്നതുകൊണ്ട് ഇത്തരം ഒരു 65
65-70 വയസ്സുള്ള ക്യാരക്ടറൊന്നും ഇയാൾ എടുക്കില്ല എന്നൊരു തെറ്റിദ്ധാരണ പൊതുവിലുണ്ട്. ആന്റോയ്ക്കും ഉണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായി. അങ്ങനെയൊന്നുമില്ല. എല്ലാ കാലത്തും നല്ല ക്യാരക്ടറാണെങ്കിൽ അതവിടെ കൈ കൊടുത്തിരിക്കും. സിനിമയിൽ വന്ന കാലം മുതൽ ഒരുപാട് വേറിട്ട കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ശീലമുണ്ട്. പിന്നെ ഇടക്കാലത്ത് അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വരാത്തതുകൊണ്ട് കൈ കൊടുക്കാറില്ല. പക്ഷെ ഇത് കേട്ട വഴിക്ക് കേൾക്കും. അതുകൊണ്ട് എൻ്റെ മക്കച്ചനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് അവസരം ഒരുക്കുന്ന ജോഫിൻ, ജോണ, രാമോസുരി, തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡ്യൂസർ ആൻഡ്രൂ ജോസഫ്. നമ്മുടെ ഈ സിനിമയ്ക്ക് നടക്കാൻ കാരണം പ്രധാനപ്പെട്ട ഒരാൾ മമ്മൂക്കയാണ്. മമ്മൂക്കയും സ്മരിക്കുന്നു. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ആസിഫ്. ആസിഫിന്റെ കൂടെ മാത്രം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതൊരു വിഷമമായിരുന്നു കുറെ കാലമായിട്ട്. കാരണം ദുൽഖറും ഒരുപാട് ഈ പുതിയ താരനിരയിലുള്ള നായകന്മാരെല്ലാം കൂടെ ഞാൻ അഭിനയിച്ചു. അപ്പൊ എന്താണ് ആസിഫിനോട് ഒരു പടം വന്നിരുന്നത്? അത് ഏറ്റവും നല്ല രീതിയിൽ നല്ലൊരു സിനിമയിലൂടെ എനിക്ക് സാധിച്ചു. എന്റെ ചക്കരയാണ് കേട്ടോ. എനിക്ക് ആസിഫ് എന്നുള്ള നടനേന്റെ പ്രതി ആസിഫ് എന്നുള്ള വ്യക്തിയെ ഒരുപാട് ഇഷ്ടമാണ്. കാരണം അത്രയധികം ഞങ്ങൾ തമ്മിലാണ് കുറച്ച് ദിവസങ്ങളെ ഞങ്ങൾ അഭിനയിച്ചുള്ളൂ. കാരണം ഈ സാധാരണ സിനിമയില് വില്ലനായി കഴിഞ്ഞ ഒരു അടി എവിടെന്നെങ്കിലും കിട്ടാതെ പണം തീരുന്നില്ല. പക്ഷെ മക്കച്ചനെ ഒരു അടി പോലും പഠിക്കാതാണ് അവസാനം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇങ്ങനത്തെ ഒരു വില്ലൻ മലയാള സിനിമയിൽ ആദ്യമായിരിക്കും. ഒരു സ്ഥലത്ത് പോലും മക്കച്ചനെ പിടിച്ച് ചെവിക്ക് പിടിച്ച് പോലും കറക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറൈസേഷനും വളരെ അപൂർവമായിരുന്നു. എനിവേസ് ഒരുപാട് സന്തോഷം. ക്യാമറമാൻ അപ്പു പ്രഭാകർ, എന്റെ ചെറുപ്പം ചെയ്ത ഉണ്ണിലാലുണ്ട്, കുഞ്ഞു മക്കച്ചനാടിയത് ഉണ്ണിലാലുണ്ട്, സെറിൻ ഷിഹാബ്, എന്റെ ഭാര്യ പുഷ്പത്തിന്റെ ചെറുപ്പകാലം സെറിനൊക്കെ അസാധ്യമായിട്ട് ചെയ്തിരിക്കുന്നു. രണ്ടുപേരും ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തു. മേഘ തോമസ്, എല്ലാവരും എടുത്തു പറയാൻ പറ്റുന്നില്ല, ഒരുപാട് പേരുണ്ട്. ഒരുപാട് സന്തോഷം. ഇങ്ങനെയുള്ള നല്ല അവസരങ്ങൾ വീണ്ടും ഉണ്ടാവട്ടെ. ചേട്ടാ വേണുചേട്ടാ, ഈ മാളികപ്പുറത്തിന്റെ ഫംഗ്ഷൻ കൊണ്ട് എന്നെ വിളിക്കില്ല ഇവിടെ. ഞാൻ ഇവിടെ ഈ ആങ്കർ എന്ന് പറയുന്നുണ്ട് മാളികപ്പുറം കഴിഞ്ഞ വർഷം നടത്തി. അപ്പൊ ഞാൻ ഇതിനകത്ത് നല്ല റോൾ ചെയ്തിട്ട് എന്നെ വിളിച്ചില്ല. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം വന്നത്. മറന്നുപോയി. തത്വമസി. താങ്ക് യു.